നമുക്കറിയാം, വളരെ വലിയ ഭീഷണികൾ മുഴക്കിയായിരുന്നു ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേലും നിരുപാധികം ഇറാനിൽ കയറി ആക്രമണം നടത്തിയത്. ഈ യുദ്ധം വളരെ വലിയ പ്രത്യാഘാതങ്ങൾ മേഖലയിലും ലോകത്ത് മുഴുവനും സൃഷ്ടിക്കുകയും അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ യുദ്ധലക്ഷ്യങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹം യുദ്ധത്തിൽ പൂർണ്ണമായും തിരിഞ്ഞോടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ബെന്യാമിൻ നെതന്യാഹുവിനെ ഒറ്റക്കിട്ടുകൊണ്ട് അദ്ദേഹത്തോട് ഫോൺ വിളിച്ച് ഞാൻ നിർത്താൻ പോകുകയാണ്, ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലും നടക്കുകയില്ല എന്ന് പറയുകയും നെതന്യാഹു അത് തന്നെയാണെന്ന് നല്ലത് എന്ന് സമ്മതം മൂളുകയും ചെയ്തു എന്നാണ് നമുക്ക് അന്താരാഷ്ട്ര വാർത്തകളും അതുപോലെ തന്നെ ഇസ്രയേലി മീഡിയകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ നെതന്യാഹു പറയുന്നു, ഒരു ഡീലിൽ എത്തുന്നത് വരെ ഞങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത് തുടരുമെന്ന്. കാരണം അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്തരത്തിലൊരു ചർച്ചയോ ഞങ്ങളെ ആരെങ്കിലും ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന് ഇറാൻ പറയുകയും അതുപോലെ തന്നെ ആക്രമണം ഞങ്ങൾ തുടരുകയും ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, തെല്ലവീവിലേക്ക് ഇന്ന് രാവിലെയും അതിശക്തമായ പ്രഹരശേഷിയുള്ള മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത്. അതായത് ഇസ്രയേലി മീഡിയകൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ തന്നെ 100ൽ പരം കിലോഗ്രാം ഭാരമുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച മിസൈൽ ആക്രമണമാണ്. വാർ ഹെഡുകളുള്ള മിസൈലുകളാണ് തെല്ലവീവിന്റെ ഏറ്റവും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ട്രീറ്റിലേക്ക് ഇറാൻ ഉപയോഗിച്ചത് എന്ന് അവിടുത്തെയുള്ള മീഡിയകൾ തന്നെ പുറത്തുവിടുകയാണ്. നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റുകയും ആ സ്ട്രീറ്റിൽ നിരവധി വാഹനങ്ങൾ ഇല്ലാതായി പോയും കത്തി നശിച്ചു പോകുകയും ബിൽഡിങ്ങുകൾ തകർന്നു പോവുകയും ചെയ്തു എന്ന് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയാതിരിക്കാൻ വയ്യ. അവർ ആക്രമിച്ചിട്ടില്ലെങ്കിലും ഇറാൻ ആക്രമണം തുടരുമെന്ന് പ്രഖ്യാപനം നടത്തിയതാണ്. ഇറാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, യുദ്ധം തുടങ്ങിയത് നിങ്ങളാണ്, ഇതെപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. കാരണം അപ്പോഴൊക്കെ ട്രംപ് പറഞ്ഞിരുന്നു 4 ആഴ്ചയോ 3 ആഴ്ചയോ കൊണ്ട് ഇറാനിലെ യുദ്ധം അവസാനിപ്പിക്കും എന്ന ഒരു വാചകം ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഇറാൻ പറഞ്ഞത് എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ പന്ത് ഇറാന്റെ കോർട്ടിലാണുള്ളത് എന്ന് തന്നെ വേണം പറയാൻ. ഈ യുദ്ധം തുടങ്ങുമ്പോൾ എന്തൊക്കെ യുദ്ധലക്ഷ്യങ്ങളായിരുന്നു US-നും ഇസ്രയേലിനും ഉണ്ടായിരുന്നത്, അതിൽ ഏതെങ്കിലും ഒന്നവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതായത് വളരെ വലിയ അവരുടെ യുദ്ധലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് ഇറാനിലെ ഭരണമാറ്റമായിരുന്നു. മറ്റൊന്ന് ഇറാന്റെ മിസൈൽ സംവിധാനങ്ങളെ നശിപ്പിക്കുകയും അവർക്ക് ഭാവിയിൽ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുവാനുള്ള അവരുടെ ശേഷിയെ ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒന്ന് യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുകയും അത് ഭാവിയിൽ ഒരു ആണവായുധം നിർമ്മിക്കുവാനുള്ള യുറേനിയം സമ്പുഷ്ടീകരിക്കുവാനുള്ള അവരുടെ ശേഷിയെ ഇല്ലാതാക്കുകയും ചെയ്യുക, തകർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ലക്ഷ്യമെന്ന് പറയുന്നത്. പിന്നീട് വന്ന ഒരു ലക്ഷ്യമാണ് ഹോർമുസ് കടലിടുക്ക് കൈയടക്കുക. ഈ ട്രംപ് നാറ്റോവിനോടും അവരുടെ മേഖലയിലെ ലോകത്തെ മുഴുവൻ സഖ്യകക്ഷികളോടും ഇത്തരത്തിൽ ഞങ്ങളെ സഹായിക്കണം, ഹോർമുസ് പിടിച്ചെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണം, നിങ്ങളൊക്കെയും യുദ്ധക്കപ്പലാക്കണം എന്നൊക്കെ പറഞ്ഞത് നമുക്കറിയാവുന്ന വിഷയമാണ്. നാറ്റോ എന്ന് മാത്രമല്ല, ജപ്പാൻ പോലും ഇത്തരത്തിൽ യുദ്ധക്കപ്പലുകൾ വിട്ടുകൊടുക്കുകയോ അവരുടെ കൂടെ കൂടുകയോ ചെയ്തില്ല. ഒരുപക്ഷെ ലോകത്ത് തന്നെ അമേരിക്കയുടെ ഏറ്റവും കൂടുതൽ ബേസ് ഉള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. അത്തരത്തിൽ എല്ലാവരും കൈയൊഴിയുകയും നയതന്ത്രപരമായി പോലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പരാജയപ്പെടുകയും ചെയ്തു എന്നല്ലാതെ ഇതിൽ ഒരു രീതിയിലുള്ള വിജയവും അവർ കൈവരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ ലോക ജനതയ്ക്ക് മുന്നിൽ ട്രംപ് ഒറ്റപ്പെടുകയും അതുപോലെ തന്നെ ലോക ജനതയ്ക്ക് മുന്നിൽ വെഡ്ഡിവേഷം കെട്ടുകയും ചെയ്തു ഈ ആക്രമണത്തിലൂടെ എന്ന് തന്നെ വേണം പറയാൻ. കാരണം റിജീം ചേഞ്ച് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ യുദ്ധലക്ഷ്യമായ ഇറാനിലെ ഭരണമാറ്റം അവർ ഇസ്രയേലിന്റെ തന്ത്രമായ തലവെട്ട് തന്ത്രത്തിലൂടെ ഇറാനിലെ അവരുടെ ആയത്തുള്ള അലി ഖാംനെയെ തന്നെ കൊന്നുകളഞ്ഞു എന്നല്ലാതെ 87 വയസ്സുകാരനായ ആയത്തുള്ള അലി ഖാംനെയെ അവർ വധിച്ചു കളഞ്ഞപ്പോൾ അതിലും കുറച്ചുകൂടി പക്വതയുള്ള പ്രായം കുറഞ്ഞ 56 വയസ്സുള്ള മുജ്തബ ഖാമനെയെ പുനഃസ്ഥാപിച്ചുകൊണ്ട് അവിടെ ശക്തി പ്രാപിക്കുകയും കൂടുതൽ കരുത്തുറ്റ നേതാവ് ആ ഒരു സ്പേസിലേക്ക് വരികയും കൂടുതൽ തന്ത്രപരമായ നിലപാടിലേക്ക്
കൂടുതൽ തീവ്രമായ നിലപാടിലേക്ക് ഇറാൻ മാറുകയും ചെയ്തു എന്നല്ലാതെ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. വിദേശകാര്യമന്ത്രി പറയുന്നത് ആരെ തന്നെ കൊന്നുകളഞ്ഞാലും അവരെ പുനഃസ്ഥാപിക്കുവാനും ആ ഒരു സ്പേസ് നികത്തുവാനും ഞങ്ങൾക്ക് കഴിവുണ്ട്, ശേഷിയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളെ ആരെയെങ്കിലും കൊന്നുകളഞ്ഞാലും ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ US കഴിയില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ്. അതുപോലെ രണ്ടാമത്തെ അവരുടെ യുദ്ധലക്ഷ്യം എന്ന് പറയുന്നത് മിസൈൽ സംവിധാനങ്ങൾ നശിപ്പിക്കുകയും ഇനി മിസൈൽ ഉണ്ടാക്കാനുള്ള ശേഷി ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ട്രംപ് പലതവണകളായി ഇറാന്റെ 90% മിസൈൽ സംവിധാനങ്ങളെയും മിസൈലുകളെയും ഞങ്ങൾ നശിപ്പിച്ചു എന്ന് അവകാശവാദം ഉന്നയിക്കുന്നു എന്നല്ലാതെ ഒരുപക്ഷെ ഇറാനിലെ പിക്ചറുകളെയാണോ, ഇത്തരത്തിൽ എയർപോർട്ടിലും മറ്റുമൊക്കെ അവർ വരച്ചു വെച്ച ഫോട്ടോകളെയാണോ ഇവർ ആക്രമിച്ചത് എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം അവർ ഇപ്പോഴും മേഖലയിലുടനീളവും ഇന്നലെ രാവിലെ പോലും ഇസ്രയേലിലും അതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും ക്ലസ്റ്റർ ബോംബുകളും അതുപോലെ തന്നെ അതിമാരകമായ പ്രഹരശേഷിയുള്ള മിസൈലുകളും ബാലിസ്റ്റിക് മിസൈലുകളും കൊണ്ട് ആക്രമണം തുടരുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ടാണ് അവരുടെ മിസൈലുകൾ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെയാണെങ്കിൽ തെല്ലവീവിലേക്ക് ആക്രമണം നടത്തുകയും അതുപോലെ ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട എയർപോർട്ടായ ബെൻഗുരിയൻ എയർപോർട്ടിലേക്ക് തന്നെ അവിടുത്തെ പല സംവിധാനങ്ങളെയും ആക്രമിച്ചു എന്നും US പല യുദ്ധവിമാനങ്ങളും ഈ സിവിലിയൻ എയർപോർട്ടിൽ ഉണ്ടെന്നും അതുകൊണ്ട് അതിനെ ആക്രമിക്കാൻ ഞങ്ങൾ ഡ്രോണുകൾ കൊണ്ട് ലക്ഷ്യമിട്ടെന്നും അവർ പറയുന്നു. ഇതൊക്കെ സ്ഥിരീകരിച്ചുകൊണ്ട് ഇസ്രയേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ അവരുടെ മിസൈൽ സംവിധാനങ്ങളെ തൊടാൻ പോലും അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അവർ ആക്രമിച്ചതൊന്നും എവിടെയും എത്തിയിട്ടില്ല. അവരുടെ മിസൈൽ സിറ്റികളെ ആക്രമിക്കാൻ അമേരിക്കക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇറാഖിലും മറ്റും വളരെ ശക്തമായ ആക്രമണങ്ങൾ അയച്ചുവിടുന്നു. ഇറാഖിൽ നിന്ന് അമേരിക്കയെ പൂർണ്ണമായും ഓടിക്കുന്ന രീതിയിലേക്ക് അവരുടെ പ്രോക്സികൾ അവർ ആക്രമണം അയച്ചുവിട്ടു എന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. മറ്റൊരു യുദ്ധലക്ഷ്യമായ യുറേനിയം സമ്പുഷ്ടീകരണ സാധ്യത ഇല്ലാതാക്കുക എന്നുള്ളത് അതും നടന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ആണവായുധം നിർമ്മിക്കുവാനുള്ള സാങ്കേതിക വിജ്ഞാനവും ശുദ്ധീകരിച്ച യുറേനിയവും പൂർണ്ണമായും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ അത് സാക്ഷ്യം വഹിക്കുമ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് മുകളിൽ 1-2 ആക്രമണങ്ങൾ നടത്തിയെന്നല്ലാതെ അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിനോ അല്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് സമ്പുഷ്ടീകരിക്കാനുള്ള അവരുടെ കഴിവിനെയോ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ആ ഒരു വിഷയത്തിലും അമേരിക്കയും ഇസ്രയേലും പരാജയപ്പെട്ടു. പിന്നെ മറ്റൊരു വിഷയം പറയേണ്ടതില്ല. ഹോർമുസ് കടലിടുക്ക് ഞങ്ങളിങ്ങ് പിടിക്കും, അത് ഇനി ഞാൻ നിയന്ത്രിക്കും എന്ന് പറഞ്ഞ് രംഗപ്രവേശനം നടത്തിയ അവകാശവാദം ഉന്നയിച്ചു എന്നല്ലാതെ ഇപ്പോഴും ഹോർമുസ് വഴി ഇറാൻ ആഗ്രഹിക്കാത്ത ഒരൊറ്റ കപ്പൽ പോലും പോവാൻ സാധിക്കുന്നില്ല. ലോകത്ത് തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കക്കും സാങ്കേതിക ശക്തിയായ ഇസ്രയേലിനും ഇത് ഉദ്ദേശിച്ചിട്ട് കഴിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും മുകളിൽ ഏറ്റവും വലിയ വിജയം തന്നെയാണ് ഇറാൻ കൈവരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അമേരിക്ക ഇതുവരെ നേരിടാത്ത ഒരു ശത്രുവിനെയാണ് ഇറാനിൽ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഹോർമുസ് കടലിടുക്ക് കൂടുതൽ പ്രഹരശേഷിയോടുകൂടി അവർ അടക്കുകയും അതുവഴി ഞങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരൊറ്റ കപ്പൽ പോലും കടന്നു പോകുകയില്ലെന്ന് പറയുകയും ഈ ഹോർമുസ് കടലിൽ കൂടുതൽ കടൽ മൈനുകളെ സ്ഥാപിച്ചുകൊണ്ട് കൂടുതൽ തീവ്രമായ നിലപാടിലേക്ക് ഇറാൻ മാറുകയും ചെയ്തു എന്നല്ലാതെ ഹോർമുസ് തൊടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നാറ്റോ പറയുന്നു ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കുന്നു എന്ന്. ലോകത്തെ പല രാജ്യങ്ങളും ഹോർമുസ് തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ എനർജി ഷോർട്ടേജ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ഫിലിപ്പീൻസ് പ്രഖ്യാപിച്ചത് എനർജി എമർജൻസിയാണ്. പല രാജ്യങ്ങളിലും താൽക്കാലികമായി ഓടാനുള്ള എണ്ണയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഫിലിപ്പീൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ എനർജി എമർജൻസിയിലേക്ക് പോകുന്ന ഒരു കാലാവസ്ഥയുണ്ട്. ഇത് ട്രംപിനെ വല്ലാതെ കുഴപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ പോലും ക്രൂഡ് ഓയിലിന്, പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുകയും സാധനങ്ങൾക്ക് വില കൂടുന്ന ഒരവസ്ഥയുണ്ടാവുകയും ചെയ്തു. ഇത് അമേരിക്കൻ ജനങ്ങളിൽ നിന്ന് ട്രംപിനേറ്റ ഏറ്റവും വലിയ ഒരു അടിയാണ്. അങ്ങനെ ട്രംപിന് അമേരിക്കൻ ജനതയിലും US സെനറ്റിൽ തന്നെ
അവരുടെ പാർട്ടിയിൽ തന്നെ ജനപ്രീതി നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഈ യുദ്ധം വഴിമാറുകയും ചെയ്തു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിനൊക്കെ ഇടക്ക് ഇന്നലെ ആക്രമിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും ഇന്ന് രാവിലെ ഇറാനിലെ 2 ഗ്യാസ് സംവിധാനങ്ങളെ ഇസ്രയേൽ ആക്രമിച്ചു എന്ന ഒരു വാർത്ത വന്നിരുന്നു. അല്ലെങ്കിൽ ഖോറം ശഗറിലെ ഒരു പൈപ്പ് ലൈനിനെയാണ് ആക്രമിച്ചത് എന്ന് പിന്നീട് വാർത്ത വന്നു. നേരിയ പരിക്കുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളെ, ഇറാനിൽ പൂർണ്ണമായും ഇരുട്ടിലായി പോകുന്ന രീതിയിലേക്ക് ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളെ ആക്രമിച്ചിട്ടില്ല. ഈ ഒരു ആക്രമണത്തെ തന്നെ, അത്തരത്തിലുള്ള ആക്രമണത്തിനെ ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പിന്നെ ഈ വാർത്തയിലെ ഒരു ആക്കം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ഇറാനിലേക്ക് 5 ദിവസം ഞങ്ങൾ വെടിനിർത്തലാണ് എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ക്രൂഡ് ഓയിലിന് വില താഴുകയും അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റുകളിൽ വില കൂടുകയും ചെയ്തിരുന്നു. പലപ്പോഴും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഒരവസ്ഥയും ഉണ്ടായി. എന്നാൽ ഈ ഒരു വാർത്ത രാവിലെ ഇറാൻ പുറത്തുവിട്ടതിന് ശേഷം വീണ്ടും ക്രൂഡ് ഓയിലിന് വില വർദ്ധിക്കുകയും മറ്റുമൊക്കെ സംഭവ വികാസങ്ങൾ ഉണ്ടായി. ക്രൂഡ് ഓയിലിൻ്റെ വില നിലനിർത്തുവാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് പച്ചക്കള്ളം പറയുകയാണ് എന്ന് ഇറാൻ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അതിനെ നേരിടുവാനുള്ള ഒരു മാർഗമെന്നോണമാണോ ഈ ഒരു ആക്രമണത്തിൻ്റെ കഥ ലോകമാധ്യമങ്ങളിൽ പരത്താൻ ഇറാൻ ആഗ്രഹിച്ചത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇതിനൊക്കെ നടുവിലും ബഹ്റൈനിലേക്കും UAE-യിലേക്കും സൗദിയിലേക്കുമൊക്കെ ആക്രമണങ്ങൾ ഇറാൻ അയച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ ഒരു UAE സൈനികൻ മരിച്ചു എന്ന വാർത്ത UAE-യും ബഹ്റൈനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രയേലിലേക്ക് കനത്ത ആക്രമണം ഇറാൻ തുടരുകയും ചെയ്യുമ്പോൾ ഈ യുദ്ധത്തിൻ്റെ ചർച്ച ഏത് രീതിയിലേക്ക് മാറും? പാകിസ്ഥാനും ഈജിപ്തും തുർക്കിയും ചേർന്നുകൊണ്ട് മധ്യസ്ഥം വഹിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും യുദ്ധം പാതിയിലുപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് ട്രംപിൽ നിന്ന് കാണുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. തൽക്കാലം വിട, വീണ്ടും കാണാം.